അത് ദൈവത്തിന് നിങ്ങളെ കണ്ട ഒരു സ്പാർക്ക് തോന്നണം. ദൈവത്തിന് നിങ്ങളെ കണ്ടാൽ ഒരു സ്പാർക്ക് തോന്നണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ദൈവത്തിൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും. അതാണ്, അതൊക്കെ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണത്. യോഹന്നാൻ 13:35. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ മേൽ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണത്, ഫോർമുലയാണ്. നിങ്ങളെപ്പോഴും ദൈവത്തിന് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അതായത് എപ്പോഴും നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ആകർഷണം ഉണ്ടാകും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു ആകർഷണമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഡിപ്രിസിയേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ചില ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് അവരെക്കുറിച്ച് തന്നെ വലിയ വിലയില്ല. എൻ്റെ ജീവിതം മഹാമോശമായിരുന്നു, എൻ്റെ കൂതറ ജീവിതമായിരുന്നു എൻ്റെത്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഡിപ്രിസിയേഷനാണുള്ളത്. എന്താണ്? ഒരു മിനിമം അതൊരു മൂല്യക്കുറവുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാ പറയണത്. എന്താ കാര്യം? നിങ്ങളുടെ പഴയ കാലം നിങ്ങളെ ദൈവം ഇപ്പോഴും കണക്കിലെടുക്കണില്ല. ദൈവം കണക്കിലെടുക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു.